ഇടുക്കിയിൽ തെരഞ്ഞെടുപ്പ് റാലികളും റോഡ് ഷോയുമെല്ലാം തകൃതിയായി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് ഒരു മാസം സമയം അവശേഷിക്കുന്നതിനാൽ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥനയാണ് സജീവമായി നടക്കുന്നത്. അതേസമയം വൈകി വന്ന NDA സ്ഥാനാർത്ഥിയുടെ പ്രത്യക്ഷ പ്രചരണം ആരംഭിച്ചു. വേനൽ ചൂടിനൊപ്പം പ്രചരണ ചൂട് അല്പം പോലും കുറയാതെ മുന്നണികൾ റോഡ് ഷോയും വോട്ടഭ്യർത്ഥനയുമായുള്ള ഓട്ടത്തിലാണ്. ആദ്യഘട്ടത്തിൽ 3 മുന്നണികളും റോഡ് ഷോകൾ കൂടാതെ സ്ഥാനാർത്ഥികൾ കലാലയങ്ങൾ, തൊഴിൽ കേന്ദ്രങ്ങൾ എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങളിലും കുടുംബസംഗമങ്ങളിലും കേന്ദ്രീകരിച്ചും വോട്ടഭ്യർത്ഥിക്കുന്നുണ്ട്. ചെറിയ കൂട്ടായ്മകൾ, കൺവെൻഷനുകൾ എന്നിവ വഴിയും വോട്ടർമാരെ കാണുന്നുണ്ട്. പൊതുപരിപാടികൾ, ഉത്സവ ചടങ്ങുകൾ, വിവാഹം, മരണം തുടങ്ങിയ ചടങ്ങുകളിലും സ്ഥാനാർത്ഥികൾ എത്തുന്നുണ്ട്. ജില്ലയിൽ ഫെബ്രുവരിയിൽ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച ജോയ്സ് ജോർജ് പ്രചരണ രംഗത്തിറങ്ങിയിട്ട് ഒരു മാസമാകുന്നു. ഇതിനു പിന്നാലെ UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസും പ്രചാരണം ആരംഭിച്ചിരുന്നു. ഈ നാടിനെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാത്തരം വിഷയങ്ങളിലും ഇടപെടാനുള്ള ഒരവസരമായിട്ടാണ്, ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് MP പദവിയെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പോൾ അപസർപ്പക കഥകൾ പറഞ്ഞുകൊണ്ട്, ഇല്ലാത്ത തൊടുന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒന്നും അവർക്ക് പറയാനില്ല. അതിനെയെല്ലാം അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തന്നെ തള്ളിക്കളയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. കൂട്ടത്തിൽ ഏറ്റവും ഒടുവിലായി രംഗത്തെത്തിയത് NDA സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥനാണ്. സംഗീതയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെയുള്ള കൊടുംചൂട് സ്ഥാനാർത്ഥികളുടെ പര്യടനത്തെ കാര്യമായി ബാധിക്കുന്നുണ്ടെങ്കിലും ജില്ലയിൽ വിജയം കൈവരിക്കണമെന്ന വാശിയോടെയാണ് മുന്നണികൾ. ഗൃഹസന്ദർശനങ്ങളിലും വ്യക്തികളുമായുള്ള മുഖാമുഖങ്ങളിലും വോട്ടഭ്യർത്ഥിക്കാനും സ്ഥാനാർത്ഥികൾ ശ്രദ്ധിക്കുന്നുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.